കൊമ്പൻ ആനയും കുഞ്ഞനുറുമ്പും. പച്ചപ്പ് നിറഞ്ഞ ഒരു കാട്ടിൽ കൊമ്പൻ എന്നൊരാനയുണ്ടായിരുന്നു. താനാണ് കാട്ടിലെ ഏറ്റവും ശക്തനും പ്രധാനിയുമെന്ന് അവൻ വിശ്വസിച്ചു. അവൻ എപ്പോഴും തലയുയർത്തിപ്പിടിച്ചു നടന്നു, തന്റെ വലുപ്പത്തിൽ അഹങ്കരിച്ചു. അതേ കാട്ടിൽ കുഞ്ഞൻ എന്നൊരു ചെറിയ ഉറുമ്പും താമസിച്ചിരുന്നു. കുഞ്ഞനും അവന്റെ കൂട്ടുകാരും എപ്പോഴും ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കുന്ന തിരക്കിലായിരിക്കും. അവർ ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്തു. ഒരു ദിവസം കൊമ്പൻ ആന ഉറുമ്പുകളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഹഹഹ, ഈ കുഞ്ഞന്മാരെ നോക്കൂ, നിങ്ങളെക്കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും? കുഞ്ഞൻ തന്റെ യാത്ര നിർത്തിയിട്ട് ധൈര്യത്തോടെ പറഞ്ഞു, കൊമ്പാ, ഞങ്ങൾ ചെറുതായിരിക്കാം, പക്ഷെ ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ വളരെ ശക്തരാണ്. കുഞ്ഞന്റെ മറുപടി കേട്ട് കൊമ്പൻ വീണ്ടും ചിരിച്ചു. അവൻ ഒന്നും മിണ്ടാതെ തന്റെ ഭാരമുള്ള കാലുകൾ നിലത്തുറപ്പിച്ച് നടന്നുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാട്ടിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ഒരു ഭീമൻ മരം പുഴയിലേക്കുള്ള വഴിയിൽ വീണു. അതോടെ മൃഗങ്ങൾക്ക് പുഴയുടെ അടുത്തേക്ക് പോകാൻ കഴിയാതെയായി. കൊമ്പൻ ആന തന്റെ സർവ്വശക്തിയുമെടുത്ത് മരം തള്ളിമാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അവനത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ നിരാശയോടെ ചിഹ്നം വിളിച്ചു. കൊമ്പന്റെ വിഷമം കണ്ട കുഞ്ഞൻ തന്റെ കൂട്ടുകാരെ വിളിച്ചുകൂട്ടി. നമുക്ക് സഹായിക്കാം, അവൻ പറഞ്ഞു. ആയിരക്കണക്കിന് ഉറുമ്പുകൾ മരത്തിനടുത്തേക്ക് നീങ്ങി. ഉറുമ്പുകൾ മരത്തിനടിയിലെ മണ്ണ് ഓരോ തരിയായി മാന്തിയെടുക്കാൻ തുടങ്ങി. അവർ രാവും പകലും വിശ്രമമില്ലാതെ ഒരുമിച്ച് ജോലി ചെയ്തു. അടുത്ത ദിവസം രാവിലെ കൊമ്പൻ വീണ്ടും മരം തള്ളിമാറ്റാൻ ശ്രമിച്ചു. ഉറുമ്പുകൾ മണ്ണ് മാറ്റിയതുകൊണ്ട് മരം എളുപ്പത്തിൽ ഉരുണ്ടുപോയി. എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. കൊമ്പൻ കുഞ്ഞനെ ബഹുമാനത്തോടെ നോക്കി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഏറ്റവും ചെറിയ ജീവികൾക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അന്നുമുതൽ അവർ നല്ല സുഹൃത്തുക്കളായി. പച്ചപ്പുൽ നിറഞ്ഞ ഒരു പുരയിടത്തിൽ അമ്മിണി എന്ന കോഴിക്കുഞ്ഞിനെ ഒരു പാമ്പ് കൊത്തി. വേദന കൊണ്ട് പുളഞ്ഞ അവളുടെ ശരീരത്തിൽ പതിയെ വിഷം പടർന്നു. ശരീരം തളർന്നു തുടങ്ങിയ അമ്മിണി സഹായത്തിനായി അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അവളെ കണ്ടതും മറ്റു കോഴികൾ പേടിച്ച് പിന്നോട്ടു മാറി. വിഷം തങ്ങളിലേക്കും പകരുമോ എന്നു ഭയന്ന് ആരും അവളെ അടുപ്പിച്ചില്ല. ഒറ്റയ്ക്കായിപ്പോയ അമ്മിണി സങ്കടത്തോടെ ഒരു മരച്ചുവട്ടിൽ തളർന്നുകിടന്നു. എന്നാൽ ആ കൂട്ടത്തിൽ നിന്നും ചിപ്പി എന്ന കോഴിക്ക് അവളെ ഉപേക്ഷിക്കാൻ മനസ്സുവന്നില്ല. അവൾ ധൈര്യത്തോടെ അമ്മിണിയുടെ അടുത്തേക്ക് നടന്നുചെന്നു. ചിപ്പി പേടിയൊന്നും കൂടാതെ അമ്മിണിയെ ശുശ്രൂഷിച്ചു. അവൾക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും കൊടുത്തു. ചിപ്പിയുടെ സ്നേഹവും പരിചരണവും അമ്മിണിയുടെ അസുഖം മാറ്റി. അവൾ പതിയെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. താമസിയാതെ അവൾക്ക് പൂർണ്ണമായി സുഖമായി. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ കോഴികളുടെ അടുത്തേക്ക് പതുങ്ങിവന്നു. മറ്റു കോഴികൾ ഇതൊന്നുമറിയാതെ തീറ്റ തിന്നുന്ന തിരക്കിലായിരുന്നു. കുറുക്കനെ കണ്ടതും മറ്റു കോഴികൾ പേടിച്ച് നാലുപാടും ചിതറിയോടി. അവർക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി. എന്നാൽ പണ്ടവർ ഉപേക്ഷിച്ചുപോയ അമ്മിണി പേടിച്ചില്ല. അവൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് കുറുക്കന്റെ വഴി തടഞ്ഞുനിന്നു. അമ്മിണിയുടെ ധൈര്യം കണ്ട ചിപ്പിയും അവളുടെ കൂടെ ചേർന്നു. രണ്ടുപേരും കൂടി കുറുക്കനെ കൊത്തിയോടിച്ചു. ആപത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാരെന്ന് മറ്റുള്ളവർക്കന്ന് മനസ്സിലായി. കുഞ്ചന്റെ നാണയങ്ങൾ. ഒരു ദിവസം നമ്മുടെ കുഞ്ചൻ തന്റെ വീട്ടുമുറ്റത്തെ ചാരുകസേരയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ പിശുക്കനായ പിഷാരടി വലിയൊരു സദ്യ ഒരുക്കുന്നതിന്റെ മണം കാറ്റിലൊഴുകി വന്നു. എന്തൊരു മണം! കുഞ്ചൻ അറിയാതെ പറഞ്ഞുപോയി. ആ മണം പിഷാരടിയുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് കുഞ്ചനോട് ചോദിച്ചു, കുഞ്ച, എന്റെ ഭക്ഷണത്തിന്റെ മണം നീ മോഷ്ടിക്കുകയാണോ? കുഞ്ചൻ ചിരിച്ചുകൊണ്ടെഴുന്നേറ്റു. അയ്യോ പിഷാരടി, ഞാൻ മണം മോഷ്ടിച്ചതല്ല, അത് കാറ്റിലൊഴുകി വന്നതല്ലേ എന്ന് വിനയത്തോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയേണ്ട, എന്റെ ഭക്ഷണത്തിന്റെ മണത്തിന് നീ വില തരണം, പിഷാരടി വാശിപിടിച്ചു. ഈ തർക്കം കേട്ട് നാട്ടുകാർ അവരുടെ ചുറ്റും കൂടാൻ തുടങ്ങി. കുഞ്ചൻ ഒട്ടും പേടിച്ചില്ല. അയാൾ തന്റെ കീശയിൽ നിന്ന് കുറച്ച് നാണയങ്ങൾ പുറത്തെടുത്തു. എന്നിട്ട് അവയെല്ലാം ഒരുമിച്ച് കിലുക്കി. കിണിം 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 എന്ന ശബ്ദം അവിടെയെങ്ങും മുഴങ്ങി. ആ നാണയങ്ങളുടെ ശബ്ദം കേട്ട് പിഷാരടിയുടെ കണ്ണുകൾ തിളങ്ങി. ആഹാ, പണം! വേഗം ഇങ്ങോട്ട് തരൂ! അയാൾ പണത്തിനുവേണ്ടി കൈനീട്ടി. കുഞ്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിഷാരടി, നിങ്ങളുടെ സ്വാദിഷ്ടമായ ഭക്ഷണത്തിന്റെ മണത്തിനു പകരമായി എന്റെ നാണയങ്ങളുടെ ഈ മനോഹരമായ ശബ്ദം, അതാണ് വില. കണക്ക് ശരിയായില്ലേ? കുഞ്ചൻ പറഞ്ഞത് കേട്ട് പിഷാരടിക്ക് ഉത്തരം മുട്ടിപ്പോയി. തനിക്ക് പറ്റിയ അബദ്ധം അയാൾക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി. ചുറ്റും കൂടി നിന്ന നാട്ടുകാർ കുഞ്ചന്റെ ബുദ്ധിപരമായ മറുപടി കേട്ട് ചിരിക്കാൻ തുടങ്ങി. അവരുടെ കൂട്ടച്ചിരി കേട്ട് പിഷാരടി നാണിച്ചു തലതാഴ്ത്തി തന്റെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നുപോയി. അന്നുമുതൽ പിഷാരടി തന്റെ ഭക്ഷണത്തിന്റെ മണം പോലും ആരുമായും പങ്കുവയ്ക്കാൻ മടിച്ചില്ല.
കാരണം ചില കാര്യങ്ങളുടെ വില പണം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് അളക്കേണ്ടതെന്ന് അയാൾ ആ ദിവസം പഠിച്ചു. കുന്നിൻ ചെരുവിലെ വലിയ മാളത്തിൽ സൂത്രൻ എന്ന കുറുക്കൻ താമസിച്ചിരുന്നു. അവൻ വളരെ സൂത്രശാലിയായിരുന്നു. ഒരു ദിവസം അവൻ ഒരു വിരുന്നൊരുക്കാൻ തീരുമാനിച്ചു. അടുത്തുള്ള പുഴയുടെ കരയിൽ താമസിച്ചിരുന്ന ജ്ഞാനി എന്ന കൊക്കിനെ വിരുന്നിന് ക്ഷണിക്കാൻ അവൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട ജ്ഞാനി, നാളെ എന്റെ വീട്ടിൽ ഒരു വിരുന്നുണ്ട്, തീർച്ചയായും വരണം, സൂത്രൻ പറഞ്ഞു. ജ്ഞാനി സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. പിറ്റേന്ന് ജ്ഞാനി സൂത്രന്റെ മാളത്തിലെത്തി. സൂത്രൻ സ്വാദിഷ്ടമായ പായസം ഒരുക്കിയിരുന്നു. എന്നാൽ സൂത്രൻ പായസം വിളമ്പിയത് പരന്ന പാത്രത്തിലായിരുന്നു. പാവം ജ്ഞാനിക്ക് അതിൽ നിന്ന് ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ നീണ്ട കൊക്ക് പാത്രത്തിൽ തട്ടിനിന്നു. സൂത്രനാകട്ടെ തന്റെ നാവുകൊണ്ട് പായസം മുഴുവൻ നക്കിക്കുടിച്ചു. എങ്ങനെയുണ്ട് എന്റെ വിരുന്ന്? അവൻ ജ്ഞാനിയെ കളിയാക്കി ചിരിച്ചു. ജ്ഞാനിക്ക് കാര്യം മനസ്സിലായി. അവനൊന്നും മിണ്ടാതെ തിരികെ പോയി. പോകുന്ന വഴിക്ക് അവൻ സൂത്രനെ തന്റെ വീട്ടിലേക്കും ഒരു വിരുന്നിന് ക്ഷണിച്ചു. അടുത്ത ദിവസം എന്റെ വീട്ടിൽ ഒരു വിരുന്നുണ്ട്, നീയും വരണം. പിറ്റേന്ന് സൂത്രൻ ജ്ഞാനിയുടെ വീട്ടിലെത്തി. ജ്ഞാനി നല്ല മണമുള്ള മീൻകറിയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ മണം കേട്ട് സൂത്രന്റെ വായിൽ വെള്ളമൂറി. ജ്ഞാനി മീൻകറി വിളമ്പിയത് കഴുത്ത് നീണ്ട ഒരു പാത്രത്തിലായിരുന്നു. ജ്ഞാനി തന്റെ നീണ്ട കൊക്ക് പാത്രത്തിലിട്ട് കറി മുഴുവൻ കഴിച്ചു. സൂത്രന് പാത്രത്തിന്റെ മണം പിടിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവന്റെ തല പാത്രത്തിനുള്ളിലേക്ക് കടന്നില്ല. വിശന്നു വലഞ്ഞ് അവൻ നിരാശയോടെ തിരികെ നടന്നു. അപ്പോഴാണ് അവന് തന്റെ തെറ്റ് മനസ്സിലായത്. മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ അവർക്കും വിഷമമാകുമെന്ന് സൂത്രൻ പഠിച്ചു. അന്നുമുതൽ അവൻ ആരെയും കളിയാക്കിയിട്ടില്ല. ദാഹിച്ച കാക്ക. വേനൽച്ചൂടിൽ കുഞ്ഞുണ്ണി എന്ന കാക്ക ആകാശത്തിലൂടെ പറന്നു. താഴെയുള്ള ഭൂമി വരണ്ടുണങ്ങിയിരുന്നു. കുഞ്ഞുണ്ണിക്ക് ദാഹിച്ചു വലഞ്ഞു. കുഞ്ഞുണ്ണിയുടെ തൊണ്ട വരണ്ടു. അവൻ വെള്ളത്തിനായി താഴേക്കു പറന്നു നോക്കി. പക്ഷേ പുഴകളും കുളങ്ങളും വറ്റിപ്പോയിരുന്നു. വെള്ളം, വെള്ളം, അവൻ സ്വയം പറഞ്ഞു. അവന്റെ ചിറകുകൾ തളർന്നു തുടങ്ങിയപ്പോൾ അവൻ അത് കണ്ടു. ഒരു പഴയ വീടിന്റെ അടുത്തായി ഒരു വലിയ മൺകുടം. പ്രതീക്ഷയോടെ അവൻ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് അതിനടുത്തേക്ക് പറന്നു. അവൻ കുടത്തിന്റെ വക്കിലിരുന്നു. ഉള്ളിലേക്ക് നോക്കി. അതിൽ വെള്ളമുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ താഴെയായിരുന്നു. കഴുത്ത് എത്ര നീട്ടിയിട്ടും അവന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം കുഞ്ഞുണ്ണിക്ക് സങ്കടം തോന്നി. പക്ഷേ അവനൊരു ധീരനായ കാക്കയായിരുന്നു. ധീരന്മാർ തോൽവി സമ്മതിക്കില്ല. അവൻ ചുറ്റും നോക്കി ഒരു പരിഹാരത്തിനായി ആലോചിച്ചു. വീടിന്റെ മതിലിനരികിൽ വെയിലുകൊണ്ട് ചൂടായ ചെറിയ ഉരുളൻ കല്ലുകൾ അവൻ കണ്ടു. അവന്റെ തലയിൽ ഒരു നല്ല ആശയം മിന്നി. അത് അല്പം ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും വിജയിക്കുമെന്ന് അവന് തോന്നി. അവൻ ഒരു ചെറിയ കല്ല് കൊക്കിലെടുത്തു. അവൻ വിചാരിച്ചതിലും ഭാരമുണ്ടായിരുന്നു അതിന്. അവൻ കുടത്തിനടുത്തേക്ക് പറന്ന് കല്ലതിലിട്ടു. പ്ലിങ്ക്. അവൻ കല്ലുകൾ ഓരോന്നായി കുടത്തിലിട്ടു. പ്ലിങ്ക്, പ്ലോങ്ക്, പ്ലിങ്ക്. ഓരോ കല്ല് വീഴുമ്പോഴും വെള്ളം അല്പം ഉയർന്നു. അവൻ ക്ഷീണിച്ചെങ്കിലും ആ ജോലി നിർത്തിയില്ല. ഒടുവിൽ ഒരുപാട് കല്ലുകൾ ഇട്ടതിനുശേഷം വെള്ളം മുകളിലെത്തി. കുഞ്ഞുണ്ണിക്കൊക്ക് വെള്ളത്തിൽ മുക്കി ആവോളം കുടിച്ചു. അതായിരുന്നു ലോകത്തിലെ ഏറ്റവും രുചിയുള്ള വെള്ളം. ദാഹം മാറി സന്തോഷത്തോടെ ധീരനായ കുഞ്ഞുണ്ണി കാക്കച്ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് ഒരു പാട്ടും പാടി പുതിയ സാഹസങ്ങൾക്കായി പറന്നുപോയി. കുരങ്ങനും മുതലയും. ഒരു വലിയ കാടിന്റെ നടുവിൽ തിളങ്ങുന്ന ഒരു പുഴയുടെ അരികിൽ കബി എന്നു പേരുള്ള ഒരു മിടുക്കൻ കുരങ്ങൻ ജീവിച്ചിരുന്നു. അവന്റെ വീട് നല്ല ഉയരമുള്ള ഒരു ഞാവൽമരമായിരുന്നു. അതിൽ ഏറ്റവും മധുരമുള്ളതും നീരുള്ളതുമായ പഴങ്ങൾ നിറഞ്ഞിരുന്നു. കബി ദിവസങ്ങൾ മുഴുവൻ മരക്കൊമ്പുകളിൽ ചാടിയും ആ സ്വാദുള്ള പഴങ്ങൾ തിന്നും കഴിച്ചുകൂട്ടി. താഴെയുള്ള പുഴയിൽ മകരൻ എന്നു പേരുള്ള ഒരു വലിയ മുതൽ താമസിച്ചിരുന്നു. മകരന് എപ്പോഴും വിശപ്പായിരുന്നു. പക്ഷേ അവൻ വലിയ മടിയനുമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് കബി ഞാവൽപ്പഴം ആസ്വദിക്കുന്നത് അവൻ കണ്ടു. കൂട്ടുകാരാ കുരങ്ങാ, അവൻ വിളിച്ചു പറഞ്ഞു. ആ പഴങ്ങൾ കാണാൻ എന്തു ഭംഗിയാണ്, ദയവായി കുറച്ചെനിക്ക് തരുമോ? കബിക്ക് നല്ല മനസ്സായിരുന്നു. അതുകൊണ്ട് പങ്കുവയ്ക്കുന്നതിൽ അവന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായും കൂട്ടുകാരാ മകരാ, അവൻ പറഞ്ഞു. അവൻ ഏറ്റവും വലുതും പഴുത്തതുമായ ഞാവൽപ്പഴങ്ങൾ പറിച്ച് താഴേക്കെറിഞ്ഞു. ചളുക്ക്, ചളുക്ക്. അത് നേരെ മകരന്റെ വായുടെ അടുത്തേക്ക് വീണു. മകരൻ അത് വേഗം വിഴുങ്ങി. എന്തൊരു രുചി! അവൻ മുരണ്ടു. അന്നുമുതൽ കബിയും മകരനും കൂട്ടുകാരായി. എല്ലാ ദിവസവും കബിപ്പഴങ്ങൾ പങ്കുവയ്ക്കുകയും അവർ മണിക്കൂറുകളോളം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. കബിമരത്തിന്റെ മുകളിലെ വിശേഷങ്ങൾ പറയുമ്പോൾ മകരൻ പുഴയുടെ ആഴങ്ങളിലെ കഥകൾ പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം മകരൻ കുറച്ച് ഞാവൽപ്പഴങ്ങൾ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇതിനെന്തു മധുരമാണ്, അവൾ പറഞ്ഞു. പഴത്തിന് ഇത്ര മധുരമുണ്ടെങ്കിൽ ആ കുരങ്ങന്റെ ഹൃദയത്തിന് ഇതിലും മധുരമുണ്ടാകും. നിങ്ങൾ എനിക്ക് അവന്റെ ഹൃദയം കഴിക്കാൻ കൊണ്ടുവരണം. മകരൻ പേടിച്ചുപോയി. പക്ഷേ കബി എന്റെ കൂട്ടുകാരനല്ലേ? അവൻ കരഞ്ഞു. അവന്റെ ഭാര്യ അതൊന്നും കേട്ടില്ല. എനിക്കവന്റെ ഹൃദയം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനിനി ഒന്നും കഴിക്കില്ല, അവൾ ദേഷ്യപ്പെട്ടു.
വിഷമത്തോടെ ഒരു സൂത്രവുമായി മകരൻ കബിയുടെ മരത്തിനടുത്തേക്ക് നീന്തി. പ്രിയപ്പെട്ട കൂട്ടുകാരാ, മകരൻ കബിയെ വിളിച്ചു. എന്റെ ഭാര്യയ്ക്ക് ഞാവൽപ്പഴം ഒരുപാടിഷ്ടമായി. അവൾ നിന്നെ അത്താഴത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ നിന്നെ പുഴയുടെ അക്കരെ എത്തിക്കാം. കബിക്ക് വളരെ സന്തോഷമായി. അവൻ ഇതിനു മുൻപ് പുഴയുടെ അക്കരെ പോയിട്ടില്ലായിരുന്നു. അവൻ താഴേക്ക് ചാടി മകരന്റെ വീതിയുള്ള പരുക്കൻ പുറത്തിരുന്നു. അവർ തണുത്ത വെള്ളത്തിലൂടെ സുഗമമായി യാത്ര തുടങ്ങി. പുഴയുടെ നടുവിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്തെത്തിയപ്പോൾ മകരന് ആ രഹസ്യം കൂടുതൽ നേരം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. കബി, എന്റെ കൂട്ടുകാരാ, അവൻ ദുഃഖത്തോടെ പറഞ്ഞു, ഞാൻ നിന്നെ അത്താഴത്തിന് കൊണ്ടുപോവുകയല്ല. എന്റെ ഭാര്യയ്ക്ക് നിന്റെ മധുരമുള്ള ഹൃദയം കഴിക്കണം. പേടിച്ച് കബിയുടെ ഹൃദയം ശക്തിയായി ഇടിച്ചു. പക്ഷേ അവൻ വേഗത്തിൽ ചിന്തിച്ചു. ഓ വിഡ്ഢിയായ മുതലേ, അവൻ സന്തോഷം നടിച്ചു പറഞ്ഞു. നീ എന്താ ഇത് നേരത്തെ പറയാതിരുന്നത്? ഞാൻ എന്റെ ഹൃദയം കൂടെ കൊണ്ടു നടക്കാറില്ല. ഞാനത് എന്റെ ഞാവൽമരത്തിന്റെ പൊത്തിൽ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. നമുക്ക് തിരിച്ചുപോയി അതെടുക്കണം. കരിയിലയും മണ്ണാങ്കട്ടയും. ഒരു പാടത്തിന്റെ വരമ്പത്ത് ഒരു കരിയിലയും ഒരു മണ്ണാങ്കട്ടയും താമസിച്ചിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഞാൻ എത്ര ഭാഗ്യവാനാണ്, കാറ്റിൽ ആടിയുലഞ്ഞ് കരിയില പറഞ്ഞു. എനിക്ക് ആകാശത്ത് ഒരു പക്ഷിയെപ്പോലെ പറക്കാൻ കഴിയും. മണ്ണാങ്കട്ട താഴെ നിന്ന് ചിരിച്ചു. അത് ശരിയാണ് കൂട്ടുകാരാ, പക്ഷെ എപ്പോഴും സൂക്ഷിക്കണം. കാറ്റ് എപ്പോഴും നിന്റെ കൂടെ നിൽക്കില്ല. കരിയില അതൊന്നും കാര്യമാക്കിയില്ല. പേടിത്തൊണ്ടൻ മണ്ണാങ്കട്ടെ, നിനക്ക് അസൂയയാണ്, കാരണം നിനക്കിവിടെ തന്നെ ഇരിക്കാനേ കഴിയൂ എന്നു പറഞ്ഞ് കരിയില കാറ്റിനൊപ്പം ഉയർന്നു പൊങ്ങി. പെട്ടെന്ന് കാറ്റിന്റെ ശക്തി കൂടി. അതൊരു വലിയ കൊടുങ്കാറ്റായി മാറി. അയ്യോ, കരിയില നിലവിളിച്ചു. കാറ്റതിനെ നിയന്ത്രണമില്ലാതെ ചുഴറ്റിയെറിഞ്ഞു. മണ്ണാങ്കട്ടക്ക് പേടിയായി. കൂട്ടുകാരാ, താഴേക്ക് വാ, അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ കരിയിലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാറ്റ് അതിനെ ഒരു പുഴയുടെ നേർക്ക് കൊണ്ടുപോയി. ഞാൻ വെള്ളത്തിൽ വീഴുമേ, കരിയില കരഞ്ഞു. പെട്ടെന്ന് കാറ്റതിനെ താഴേക്ക് കൊണ്ടുവന്നു. അത് മണ്ണാങ്കട്ടയുടെ അടുത്തുള്ള ഒരു ചെറിയ പുല്ലിൽ തട്ടിനിന്നു. മണ്ണാങ്കട്ടയുടെ ഭാരം കാരണം ആ പുല്ല് കാറ്റിൽ പറന്നുപോയില്ല. അത് കരിയിലയെ മുറുകെ പിടിച്ചു. കൊടുങ്കാറ്റ് കഴിയുന്നതുവരെ കരിയില അവിടെ സുരക്ഷിതമായി പറ്റിപ്പിടിച്ചിരുന്നു. കാറ്റ് ശാന്തമായപ്പോൾ കരിയില പതുക്കെ പുല്ലിൽ നിന്ന് താഴെയിറങ്ങി. അത് ക്ഷീണിച്ച് മണ്ണാങ്കട്ടയുടെ അരികിൽ കിടന്നു. നന്ദി കൂട്ടുകാരാ, അത് പതിയെ പറഞ്ഞു. നീയാണ് എന്നെ രക്ഷിച്ചത്. പറക്കുന്നത് നല്ല രസമാണ്, മണ്ണാങ്കട്ട പറഞ്ഞു. പക്ഷേ നിലത്ത് ഉറച്ചു നിൽക്കുന്നതിനും അതിന്റേതായ ശക്തിയുണ്ട്. അന്നു മുതൽ കരിയില കാറ്റിൽ കളിച്ചു. പക്ഷേ അതൊരിക്കലും തന്റെ നല്ല കൂട്ടുകാരനായ മണ്ണാങ്കട്ടയുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരേക്ക് പോയില്ല. ഒഴുകുന്ന പുഴ. മലകളുടെ മുകളിൽ പച്ചപ്പുല്ലുകൾക്കിടയിൽ ഒരു ചെറിയ അരുവി ഒഴുകിയിരുന്നു. അവളുടെ പേര് അരുവി. അവൾ എപ്പോഴും പാട്ടുപാടിയും നൃത്തം ചെയ്തും സന്തോഷത്തോടെ ഒഴുകി നടന്നു. എനിക്കൊരിക്കൽ വലിയ കടൽ കാണണം, അരുവി ഒരു ദിവസം അവിടെയുണ്ടായിരുന്ന ഒരു വലിയ പാറയോട് പറഞ്ഞു. ഞാൻ എങ്ങനെ അവിടെയെത്തും? ഒഴുകിക്കൊണ്ടേയിരിക്കുക, ലക്ഷ്യത്തിലെത്തും, പാറ ഉപദേശിച്ചു. അരുവി തന്റെ യാത്ര തുടർന്നു. വഴിയിൽ വെച്ച് വഴിതെറ്റി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മീൻകുട്ടിയെ കണ്ടുമുട്ടി. അവളുടെ പേര് മീൻകുട്ടി. വിഷമിക്കേണ്ട, ഞാൻ കടലിലേക്കാണ് പോകുന്നത്. നിനക്കെന്റെ കൂടെ വരാം, അരുവി പറഞ്ഞു. ഇത് കേട്ട് മീൻകുട്ടിക്ക് സന്തോഷമായി. അവൾ അരുവിയുടെ കൂടെ കൂടി. അവർ ഒരുമിച്ചൊഴുകിപ്പോകുമ്പോൾ ഒരു ആമ്പലിലയിൽ വെയിൽ കായുന്ന ഒരു തവളയെ കണ്ടു. അവന്റെ പേര് തവള. നിങ്ങൾ എങ്ങോട്ടാ ഇത്ര തിടുക്കത്തിൽ? തവള ചോദിച്ചു. ഞങ്ങൾ കടൽ കാണാൻ പോകുന്നു, അവർ ഒരുമിച്ചു പറഞ്ഞു. തവളയ്ക്കും ആഗ്രഹം തോന്നി. അവനും അവരുടെ കൂടെ കൂടി. അരുവിക്കാടുകളിലൂടെയും വയലുകളിലൂടെയും ഒഴുകി. യാത്രയിൽ മറ്റു ചെറിയ അരുവികളും അവളോടൊപ്പം ചേർന്നു. അവൾ കൂടുതൽ വലുതും ശക്തിയുമായി. താമസിയാതെ അവൾ ഒരു ചെറിയ അരുവിയല്ലാതായി ഒരു വലിയ പുഴയായി മാറി. എല്ലാവരും അവളെ പുഴ എന്ന് വിളിച്ചു. പുഴ അവളുടെ കൂട്ടുകാരായ മീൻകുട്ടിക്കും തവളയ്ക്കുമൊപ്പം ദൂരെ നീലനിറത്തിലുള്ള വലിയ കടൽ കണ്ടു. അവരുടെ സ്വപ്നം സഫലമാകാൻ പോകുന്നു. സന്തോഷത്തോടെ ആർത്തുവിളിച്ച് പുഴ കടലിലേക്ക് ഒഴുകിച്ചേർന്നു. അവളുടെ വലിയ യാത്ര പൂർത്തിയായി. മീൻകുട്ടിയും തവളയും അവരുടെ ധീരയായ കൂട്ടുകാരിയെ ഓർത്ത് സന്തോഷിച്ചു. സൂത്രശാലിയായ കുറുക്കൻ. ഒരിടത്ത് ഒരു വലിയ കാട്ടിൽ ശക്തനും അഹങ്കാരിയുമായ ഒരു സിംഹം ജീവിച്ചിരുന്നു. അവനായിരുന്നു ആ കാട്ടിലെ രാജാവ്. ഒരു ദിവസം സിംഹത്തിനു വല്ലാതെ വിശന്നു. പക്ഷേ വേട്ടയാടാൻ അവന് മടിയായിരുന്നു. ഞാനാണ് ഈ കാടിന്റെ രാജാവ്. എല്ലാ മൃഗങ്ങളും എനിക്ക് ഭക്ഷണം കൊണ്ടുവരണം. സിംഹം ഗർജിച്ചു. അവന്റെ ശബ്ദം കേട്ട് കാട് വിറച്ചു. സിംഹത്തിന്റെ കൽപ്പന കേട്ട് മറ്റു മൃഗങ്ങളെല്ലാം പേടിച്ചുപോയി. നമ്മൾ എന്തു ചെയ്യും? ഒരു മുയൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് സൂത്രശാലിയായ ഒരു കുറുക്കൻ അതുവഴി വന്നത്. നിങ്ങൾ പേടിക്കേണ്ട, എനിക്കൊരു ഉപായമുണ്ട്, കുറുക്കൻ മൃഗങ്ങളോട് പറഞ്ഞു.
അവൻ ധൈര്യത്തോടെ സിംഹത്തിന്റെ ഗുഹ ലക്ഷ്യമാക്കി നടന്നു. കുറുക്കൻ സിംഹത്തിന്റെ അടുത്തെത്തി പറഞ്ഞു, രാജാവേ, നമ്മുടെ കാട്ടിൽ അങ്ങയേക്കാൾ ശക്തനായ മറ്റൊരു രാജാവുണ്ട്. അവൻ ഒരു കിണറ്റിലാണ് താമസം. ഇതുകേട്ട് സിംഹത്തിന് ദേഷ്യം വന്നു. ആരാണവൻ? എന്നേക്കാൾ വലിയ രാജാവോ? എനിക്കവനെ ഇപ്പോൾ തന്നെ കാണണം. അവൻ അലറി. കുറുക്കൻ സിംഹത്തെ കാടിന്റെ നടുവിലുള്ള ഒരു വലിയ കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൻ ഇതിനകത്തുണ്ട് രാജാവേ, കുറുക്കൻ കിണറ്റിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു. സിംഹം കിണറ്റിലേക്കെത്തി നോക്കി. വെള്ളത്തിൽ അവൻ തന്റെ പ്രതിബിംബം കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്നവൻ തെറ്റിദ്ധരിച്ചു. സിംഹം പ്രതിബിംബത്തെ നോക്കി ഗർജിച്ചു. കിണറ്റിൽ നിന്ന് അതേ ശബ്ദം തിരിച്ചുവന്നു. കോപം സഹിക്കാനാവാതെ സിംഹം ആ പുതിയ രാജാവിനെ ആക്രമിക്കാനായി കിണറ്റിലേക്കെടുത്തു ചാടി. സിംഹം കിണറ്റിൽ അകപ്പെട്ടു. കുറുക്കൻ സന്തോഷത്തോടെ മറ്റു മൃഗങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവന്റെ സൂത്രം കൊണ്ട് കാട്ടിലെ എല്ലാവരും രക്ഷപ്പെട്ടു.